വെൽക്കം ടു MS സൊല്യൂഷൻസ്. നിങ്ങളുടെ സ്വന്തം വർഷാമസാണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് വളരെ അടുത്തെത്തി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ. കുറച്ച് പേർക്കെങ്കിലും ഒരു ടഫായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ സംഭവം ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ അതിന്റെ ബേസിക്സ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി ആണെന്ന് വേറൊരു ചാപ്റ്റർ ഇല്ല മക്കളെ. അപ്പൊ ഞാൻ അതിന്റെ ബേസിക്സ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് പഠിക്കണം എന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ മക്കൾ എന്തായാലും അവസാനം വരെ കാണാം. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന, യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ വേഗം തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. സോ മക്കളെ, ഈ ഒരു ന്യൂ നമ്പേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 7ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ മക്കളൊന്ന് മനസ്സിലായിക്കോ. സ്ക്വയേഴ്സ്, വർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിക്കോ, 1ന്റെ വർഗ്ഗം എന്താ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 1 × 1 ആണ് എന്ന് പറഞ്ഞാൽ 1. സിമ്പിൾ. 2 സ്ക്വയർ, 2ന്റെ വർഗ്ഗം എന്താ? 2 × 2, 2 × 2 4. 3 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9. ഇനി 7 സ്ക്വയർ, 7ന്റെ വർഗ്ഗം എന്താ? 7 × 7 49, 49. ഇനി 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 100. സിമ്പിൾ അല്ലേ? സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പരിപാടി. എങ്കിൽ സ്ക്വയർ പഠിച്ച ഒരാൾക്ക് സ്ക്വയർ റൂട്ട് അറിയണം, വർഗ്ഗമൂലം അറിയണം. എന്താ സംഭവം മക്കളെ? ഇവിടെ നോക്ക്, 2 സ്ക്വയർ 4 ആണ്. നോക്കിയോ, 2 സ്ക്വയർ 4 ആണെങ്കിൽ നേരെ തിരിച്ച് 4ന്റെ സ്ക്വയർ റൂട്ട് ആണ് ആര്? 2. 4ന്റെ സ്ക്വയർ റൂട്ട് ആണ് ആര്? വർഗ്ഗമൂലമാണ് ആര്? 2. ഇനി 3 സ്ക്വയർ 9 ആണെങ്കിൽ നേരെ തിരിച്ച് 9ന്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് ആണ് ആര്? 3. ഇതാണ് സംഭവം. അപ്പൊ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം 2, 9ന്റെ വർഗ്ഗമൂലം 3. 16. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 16 ആരുടെ സ്ക്വയറാ? 4ന്റെ സ്ക്വയർ അല്ലേ 16. അപ്പൊ 16ന്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എന്ന് പറയുന്നത് 4. ഇനി 25ന്റെ സ്ക്വയർ റൂട്ട് എന്താ? 25ന്റെ സ്ക്വയർ റൂട്ട് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, 5ന്റെ സ്ക്വയർ ആണ് 25 എങ്കിൽ 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5. മനസ്സിലായോ? അപ്പൊ സ്ക്വയറും സ്ക്വയർ റൂട്ടും സംഭവം ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ പാഠത്തിന്റെ പ്രത്യേകത? ന്യൂ നമ്പേഴ്സ് എന്താണ് മക്കളെ? ന്യൂ നമ്പേഴ്സ് നമ്മൾ പഠിച്ചപ്പോ നോക്ക്, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള 2, 3 എന്ന് പറഞ്ഞ ആൾക്കാർ മിസ്സിങ് ആണ്. അതായത് നമുക്ക് ഇതാ കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് 1ന്റെ സ്ക്വയർ റൂട്ട് 1. ഓക്കെ, ഇനി അടുത്തത് 2ന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്കറിയില്ല. 3ന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്കറിയില്ല. 4ന്റെ സ്ക്വയർ റൂട്ട് 2. ഓക്കെ, ഇനി അടുത്തത് 5ന്റെ നമുക്കറിയില്ല, 6ന്റെ അറിയില്ല. പിന്നെ നമുക്ക് എവിടെ അറിയാം? 9ന്റെ ആണ് അറിയാം, 9ന്റെ സ്ക്വയർ റൂട്ട് അറിയാം. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ആൾക്കാരുണ്ട്. റൂട്ട് 2ന്, റൂട്ട് 3ക്ക്, അതേപോലെ റൂട്ട് 5, റൂട്ട് 6ന്റെ ഒന്നും വില നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അറിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് പുതിയ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ 1നെയും 2നെയൊക്കെ നമുക്കറിയാം. അതിന്റെ ഇടയിലുള്ള ഈ ആൾക്കാരെയാണ് നമുക്ക് പരിചയമില്ലാത്ത പുതിയ ആൾക്കാരെ തന്നെയാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഇവരാണ് നമ്മുടെ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ. അപ്പൊ ഈ റൂട്ട് 2, റൂട്ട് 3 ഈ പറഞ്ഞ ആൾക്കാരെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇവരാണ് നമ്മുടെ ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ അല്ലെ. നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണവർഗ്ഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ ഉണ്ടല്ലോ, 1, 2, 3, 4 അങ്ങനെ പോകുന്ന എണ്ണൽ സംഖ്യകളുണ്ട്. അവരുടെ വർഗ്ഗം, അവരുടെ സ്ക്വയേഴ്സ് എന്താണ്? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16 അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു സംഖ്യകൾ, ഇവരെയാണ് നമ്മൾ എന്ത് പറയാ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയാം. അതായത് എണ്ണൽ സംഖ്യകളുടെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആയിട്ട് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാ? പൂർണ്ണവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പൊ ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഇടയിൽ പെട്ട ആൾക്കാർ, അതിൽ ആ ഗ്രൂപ്പിൽ പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരാണ് നമ്മുടെ ആര്? ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ. ഇവരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിന്റെ വാല്യൂസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിലേക്ക് ആഴത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് പോലെ മനസ്സിലാക്കി വെക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, വളരെ സിമ്പിൾ കാര്യം. എന്താ മക്കളെ? ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് മക്കളെ. ഇപ്പൊ തന്നെ പഠിച്ചോ. ഒരു സ്ക്വയർ, സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വശവും തുല്യമല്ലേ? അതിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാ എന്ന് പറഞ്ഞാൽ സൈഡിന്റെ സ്ക്വയർ അല്ലെങ്കിൽ വശത്തിന്റെ വർഗം.
ഓക്കെ, സിമ്പിൾ അല്ലേ? ഇപ്പൊ നോക്കിക്കോ, ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആ എങ്കിൽ അതിന്റെ ഏരിയ പരപ്പളവ് എന്താ മക്കളെ വരിക? പരപ്പളവ് എന്ന് പറയുന്നത് ആ 10ന്റെ സ്ക്വയർ എടുത്താൽ മതി. 10ന്റെ സ്ക്വയർ 10 × 10 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഓക്കെ, ഇനി 12 സെന്റിമീറ്റർ ആണെങ്കിലോ അതിന്റെ പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പരപ്പളവ് എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ, അതായത് 12 × 12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 144 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? അക്ഷരങ്ങൾ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ എക്സ് വെച്ച് പറയുകയാണെങ്കിൽ സൈഡിന്റെ സ്ക്വയർ, സൈഡ് എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഏരിയ. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ, സമചതുരത്തിന്റെ പരപ്പളവും കിട്ടിയല്ലോ. ഇനി അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൈതഗോറസ് തിയറം, പൈതഗോറസ് സിദ്ധാന്തം 7ാം ക്ലാസ്സിൽ തുടങ്ങുന്നതാണ്. അപ്പൊ ഇത് നിർബന്ധമായിട്ട് മക്കൾ പഠിക്കണം. ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണമുണ്ട്. ആ മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺ 90 ഡിഗ്രി 90 ഡിഗ്രി ആംഗിളിനെയാണ് നമ്മൾ മട്ടത്രികോണം എന്ന് പറയാം. ആ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ പറയുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം. ഓക്കെ, നമ്മുടെ ട്രയാങ്കിളിന്റെ ബേസ്, താഴഭാഗമല്ലേ, അതിനെ പറയുന്നതാണ് ബേസ്. ഓക്കെ, അല്ലെങ്കിൽ പാദം. ഇനി നമ്മുടെ ഹൈറ്റിനെ പറയുന്ന പേരാണ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് മക്കളെ? ലംബം, ലംബവശം എന്ന് പറയും. എങ്കിൽ പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് കർണം സ്ക്വയർ, നോക്കിക്കോ, കർണം സ്ക്വയർ ഈക്വൽ ടു നമ്മുടെ ബേസ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കുറെ ആളുകൾ പഠിച്ചിട്ടുണ്ട്, കുറെ ആളുകൾ മറന്നുപോയിട്ടുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് എവിടെ ആവശ്യം വരുന്നത്? നോക്കിക്കോ മക്കളെ, ഈ ഒരു മട്ടത്രികോണം റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളത് ബേസും ഹൈറ്റും ഓൾട്ടിറ്റ്യൂഡും ആണ്. മക്കളെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചോ, ഹൈപ്പോട്ടന്യൂസ് ആണ്, ഏറ്റവും നീളം കൂടിയിട്ടുള്ള വശമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ബാക്കി 2 വശങ്ങളുടെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യാം. ഇപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഞാനൊരു എക്സ് ആയിട്ട് വിളിച്ചു. ആ എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ എടുക്കണം കേട്ടോ. എക്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാന്നറിയോ? ഇതിന്റെ സ്ക്വയർ എടുക്കുക പ്ലസ് അടുത്തതിന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പൊ 3 സ്ക്വയർ ആഡ് ചെയ്യാം. 3 സ്ക്വയർ എത്രയാ? 9. 4 സ്ക്വയർ 16. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 9ഉം 16ഉം കൂട്ടിയ 25. എങ്കിൽ എക്സ് എന്ന് പറയുന്നത് √25 5 സെന്റിമീറ്റർ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള വശം കണ്ടുപിടിക്കണേ മക്കൾ എന്ത് ചെയ്തോളാ? ബാക്കി 2 വശങ്ങളുടെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, അവസാനം റൂട്ട് എടുത്താൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലേ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തരട്ടെ. ഓക്കെ, നോക്കിക്കോ, ഇപ്പൊ 3, 4 അല്ലേ? ഞാൻ നേരെ തിരിച്ചു തരികയാണെങ്കിലോ? ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഒരു 6 സെന്റിമീറ്റർ ഏരിയയാണ്, ഇവിടെ ഒരു 8 സെന്റിമീറ്റർ ഏരിയയാണ്. എങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ നീളം എന്താണ് മക്കൾ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഈ പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് ഒന്ന് കണ്ടുപിടിക്കാം മക്കളെ. എന്നിട്ട് എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു പാഠത്തിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യമേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളും ലൈവ് ക്ലാസ്സും ക്വസ്റ്റ്യൻസിന്റെ ലൈവും എല്ലാം നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ചിൽ, നമ്മുടെ DMS ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഒട്ടും സമയങ്ങളുണ്ട് മക്കളെ, അത്രത്തോളം നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ കണ്ടന്റ് പഠിക്കാനായിട്ടുണ്ട്. സോ ഈ ഒരു ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും, പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു ബാച്ച് ഇപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ഓഫർ ഉണ്ട് മക്കളെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് ഞാൻ പറഞ്ഞുതരാം. വർഷ കേട്ടൻ എന്ന് പറഞ്ഞ ഈ ഒരു കൂപ്പൺ കോഡ് കേട്ടോ, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു ബാച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യാം മക്കളെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നന്നായിട്ട് പഠിച്ചോളാം മക്കളെ. ഓൾ ദി ബെസ്റ്റ്.